പഴയ കാലത്ത് എങ്ങനെ ഈ ലോകം പാഞ്ചഭൗതികമോ അതേപോലെ ഇന്നും പാഞ്ചഭൗതികമാണ്. ഇനി മനുഷ്യനെ എടുക്കൂ. മനുഷ്യനിലില്ല മാറ്റം, ലോകത്തിലും ഇല്ല മാറ്റം. ലോകം പാഞ്ചഭൗതികമാണ് അന്നും ഇന്നും. മനുഷ്യനും പാഞ്ചഭൗതിക ശരീരത്തോടു കൂടി വാഴണു. അതിൻ്റെ ഉള്ളിൽ ഒരു മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉണ്ട്. ഒരു ഭാഗത്ത് മനുഷ്യൻ, മറുഭാഗത്ത് അവൻ ജനിച്ച് ജീവിച്ച് സമ്പർക്കം നടത്തുന്ന ലോകം. ഇത് രണ്ടിനും ഇല്ല മാറ്റം. നമ്മുടെ ധർമ്മം, ധർമ്മമൂല്യങ്ങൾ എന്ന് പറയുന്നത് എന്താ? മനുഷ്യൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും സ്പർശിച്ച് നിൽക്കുന്നതാണ് സർവ്വമൂല്യങ്ങൾ. പക്ഷെ മനുഷ്യൻ്റെ ശരീരത്തോടല്ല, മനുഷ്യൻ്റെ മനസ്സിനോടും ബുദ്ധിയോടും ബന്ധപ്പെട്ടതാണ്. മനുഷ്യൻ്റെ മനസ്സ് മാറിയിട്ടില്ലെങ്കിൽ ധർമ്മമൂല്യങ്ങൾ എങ്ങനെ മാറും? മനുഷ്യൻ്റെ ബുദ്ധി മാറിയിട്ടില്ലെങ്കിൽ എങ്ങനെ ധർമ്മമൂല്യങ്ങൾ മാറും? അപ്പം ഞാൻ എവിടെ പോയാലും പറയുന്നതാണ്, നമ്മുടെ വൈകാരികമായ മനസ്സോടും യുക്തിസഹമായിരിക്കുന്ന വിചാരബദ്ധമായിരിക്കുന്ന ബുദ്ധിയോടും കൂടി ബന്ധപ്പെട്ടതാണ് നമ്മുടെ മൂല്യങ്ങൾ മുഴുവനും. ഏത് മൂല്യത്തെയും യുക്തിസഹമായി വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അത് വായിക്കുന്നവനാവട്ടെ കേൾക്കുന്നവനാകട്ടെ ഉടൻ തന്നെ അയാളിൽ രണ്ട് പ്രതികരണം ഉണ്ടാവും. എന്താണ്? ഈ പറയണത് ശരിയാണ്, ഈ പറയണത് ശരിയാണ്. വൈകാരികമായി ഇത് നിഷേധിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ. ബുദ്ധിയോ വളരെ ശരിയാണ്, ഞാൻ ആലോചിച്ച് നോക്കി, അതുകൊണ്ട് ഇതൊരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല, ഉൾക്കൊണ്ട് അനുസരിക്കണമെന്ന് ബുദ്ധിയും പറയും. എന്ത് മൂല്യമാവട്ടെ, വൈകാരികമായ മനസ്സോടും യുക്തിസഹമായ ബുദ്ധിയോടും ബന്ധപ്പെട്ടതാണ്. അത് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഇത് ശരിയാണ്, അനുസരിച്ചേ പറ്റൂ. നിങ്ങൾക്കൊരു ചുമര് കെട്ടണം, കെട്ടിടം കെട്ടാനായിട്ട്. ആ ചുമര് കെട്ടണമെങ്കിൽ എന്താണ്? ഭൂമിക്ക് പെർപെൻഡിക്കുലറായിട്ട് കെട്ടണം. ചരിച്ച് കെട്ടിയാലോ പരണ്ടു വീഴും. അവിടെ നമുക്ക് വല്ല ഐച്ഛികതയ്ക്ക് സ്ഥാനമുണ്ടോ? ഇല്ല, ഇല്ല. അതുപോലെയാണ് മൂല്യാധിഷ്ഠിതമായ ജീവിതം മാത്രമേ കേടുകൂടാതെ നിലകൊള്ളൂ. നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ മൂക്ക് മൂടരുത് എന്ന് നമ്മൾ പറയുക. മൂക്കിൻ്റെ നുണി വരെ മൂടിക്കോളൂ, ഈ തുള മൂടരുത്. ഈ പറയുന്നത് ശരിയോ തെറ്റോ? ഇനി നിങ്ങൾ കവർ ചെയ്താൽ എന്തുണ്ടാവും? നിങ്ങൾ തന്നെ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ ശ്വസിക്കും. Oh, we are living in a modern world. There is no harm if I cover my nose and sleep. The modern world will look after me എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെയാണ് സർവമൂല്യങ്ങൾ. ധർമ്മമൂലം ഹി ഭഗവാൻ സർവവേദമയോ ഹരി സ്മൃതം ച തദ്വിദാം രാജൻ യേന ചാത്മാ പ്രസീദതി. യേന ചാത്മാ പ്രസീദതി. ധർമ്മം അനുസരിക്കുമ്പോൾ മാത്രമേ മനസ്സിന് പ്രസന്നതയുണ്ടാവുള്ളൂ. പ്രസന്നത, പ്രസന്നമായിട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും സമ്പുഷ്ടിയും ഒക്കെ വേണോ? വേണം. എന്നാൽ ധർമാനുസാരിയായി ജീവിച്ചോളൂ. അരുതാത്തതൊന്നും ചെയ്യരുത്. ആകാവുന്നത് ഇത്തിരി കൂടി ചെയ്താലും വിരോധമില്ല. അനാശാസ്യത്തിൽ നിന്ന് പിൻവലിഞ്ഞ് ആശാസ്യത്തെ ഉൾക്കൊള്ളുക, ഇതാണ് നമുക്ക് ആവശ്യം. ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ഭഗവാൻ. ശ്രീഹരി സർവമേധമയനാണ്. ഏന ചാത്മാ പ്രസീദതി. അപ്പോൾ ധർമ്മം അനുസരിക്കുന്നവർക്ക് ഒരു കുലുക്കവും ഒരു കോട്ടവും ഉണ്ടാവില്ല. എന്ത് വന്നാലും അവർ കുലുങ്ങില്ല. മേരുപർവ്വതം ഹിമാലയ പർവ്വതം പോലെ ആയിരിക്കുക. ഇങ്ങനെയുള്ള ധർമ്മം എന്തിലാണ് അധിഷ്ഠിതം? മൂല്യങ്ങളിൽ.